എല്ലാവർക്കും സ്വാഗതം. ന്യൂസ് പേപ്പർ മാത്രം ഉപയോഗിച്ച് ഇതുപോലൊരു കോക്കനട്ട് എങ്ങനെ ചെയ്തെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു തേങ്ങ, കുറച്ച് ന്യൂസ് പേപ്പർ, മൈദ കുറുക്കിയത്. ഒരു കോക്കനട്ട് എടുക്കുക. ഒരു ബേസിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്, പ്ലെയിൻ വാട്ടർ. പിന്നെ കുറച്ച് മൈദ കുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യണത് ആദ്യത്തെ ഒരു ലെയർ ഒട്ടിച്ചെടുക്കുന്നത് വെറുതെ പ്ലെയിൻ വാട്ടറിൽ പേപ്പർ ഇട്ടിട്ട്, പേപ്പർ ഇങ്ങനെ പിച്ചി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒട്ടുമോ എന്നല്ലേ. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഒരു ലെയർ നമ്മൾ പ്ലെയിൻ വാട്ടറിൽ തന്നെ ഒട്ടിച്ചെടുക്കാൻ കാരണമുണ്ട്. കാരണം നമുക്ക് ഈ ഒട്ടിച്ചെടുത്തതിനെ വെയിലത്ത് വെച്ചിട്ട് ഉണക്കി നമുക്കിതിനെ ഈ കോക്കനട്ടിൽ നിന്ന് അടർത്തിയെടുക്കണം. അപ്പോൾ അടർന്നു പോരണമെങ്കിൽ ഇതിൽ ഒട്ടിയിരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ ഒരു ലെയറിനെ പ്ലെയിൻ വാട്ടറിൽ ഒട്ടിച്ചെടുക്കുന്നത്. അതിനുശേഷം ഒട്ടിക്കുന്ന ലെയറെല്ലാം മൈദയിൽ മുക്കിയിട്ട് വേണം നമ്മൾ ഇതിൻ്റെ ഷേപ്പിൽ ഒട്ടിച്ചെടുക്കാൻ. വെള്ളം കൊണ്ടുള്ളത് ഒട്ടിപ്പൊക്കെ കഴിഞ്ഞു. ഇനി ഓരോ ലെയറായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മൈദയിൽ ഒട്ടിച്ചെടുക്കുക. ഇതേപോലെ തന്നെ ഷേപ്പൊക്കെ നമുക്കിങ്ങനെ കൈകൊണ്ട് ആക്കുന്നതിനനുസരിച്ചൊക്കെ ഒന്ന് ഷേപ്പൊക്കെ ആക്കി കൊടുക്കാം. ഇനി അടുത്തൊരു ലെയർ ഇതേപോലെ തന്നെ മൈദയിൽ മുക്കിയിട്ടാണ് ഒട്ടിക്കണത്. നല്ല ഇതായി തൊപ്പിയൊക്കെ വെക്കേണ്ട ഭാഗം, തേങ്ങയുടെ തൊപ്പിയൊക്കെ വെക്കുന്ന ഭാഗം ഒന്ന് ഒട്ടിക്കുന്ന സമയത്ത് തന്നെ ഒന്ന് ഷേപ്പാക്കിയൊക്കെ എടുക്കുക. ലാസ്റ്റ് ലെയർ നമുക്ക് എന്ത് ചെയ്യാം? വൈറ്റ് പേപ്പർ മൈദയിൽ മുക്കിയിട്ട് ഒട്ടിച്ചെടുക്കുക. മൈദയൊക്കെ ചേർത്ത് ഒട്ടിച്ചെടുത്ത ആ തേങ്ങയെ നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതിന് ശേഷം ഇതിന് നമുക്ക് ഇനി ഈ തേങ്ങയുടെ മുകളിൽ നിന്ന് നമുക്ക് ഈ പേപ്പറിനെ നമ്മൾ ഇളക്കിയെടുക്കാനായിട്ട് ചെയ്യണത്, ഇതിന്റെ സെന്റർ കട്ട് ചെയ്തിട്ട്, തേങ്ങയുടെ സെന്റർ കൂടെ കട്ട് ചെയ്തിട്ട് നമ്മൾ തേങ്ങ മുറി എടുക്കുന്ന പോലെ തന്നെ 2 പങ്കായിട്ട്, ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ, ഇങ്ങനെ 2 പങ്കായിട്ട് എടുക്കുക. നമ്മൾ എന്ത് ചെയ്യണം? തേങ്ങ മാറ്റി വെക്കുക. തേങ്ങയുടെ മുകളിൽ നിന്നും കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ മോൾഡ് 2 എണ്ണമായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. ഇനി ഇതിനെ 2നെയും കൂടെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് തേങ്ങയുടെ ഷേപ്പ് തന്നെ ആക്കണം. 2നെയും കൂടെ ചേർത്ത് വെക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം? ഇതിനെ യോജിപ്പിക്കണം അല്ലെ. ഇതിനെ യോജിപ്പിക്കാനായിട്ട് വേറെ ന്യൂസ് പേപ്പറിൽ നിന്നോ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിന്റെ ചുറ്റുമായിട്ട് ഫെവിക്കോളോ അതല്ലെങ്കിൽ മൈദയോ തന്നെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒട്ടിച്ച് ആ ഷേപ്പിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ മുകളിലായിട്ട് ഇപ്പൊ ഈ തേങ്ങയ്ക്ക് ചെയ്ത പോലെ ഇതിപ്പോ ഉണ്ടാക്കിയെടുത്ത, ഇത് ഉണങ്ങിയിട്ടില്ല, ഈ പെയിന്റ് ഉണങ്ങിയിട്ടില്ല, ഇതിനെ ഉണ്ടാക്കിയെടുത്ത പോലെ, ഇതിന് പെയിന്റ് കൊടുത്ത പോലെ പച്ച, മഞ്ഞ, നമുക്ക് ഇഷ്ടമുള്ള ഇതിന് കിട്ടാവുന്ന ആ കോമ്പിനേഷൻ അനുസരിച്ച് നമ്മൾ പെയിന്റ് അടിച്ചു കൊടുക്കുക. പോരാത്തതിന് നമ്മൾ എന്ത് ചെയ്യണം? ഈ തേങ്ങ ഇപ്പൊ ഇത് ചെയ്തെടുത്തത് കണ്ടില്ലേ, ഇതില് പെയിന്റ് ഒക്കെ അടിച്ച് റെഡി ആക്കിയിട്ട് നമുക്കൊരു തേങ്ങയുടെ ഒരു തൊപ്പിയും കൂടിയിട്ട് എടുത്ത് ആ തേങ്ങയുടെ ഒരു ഷേപ്പ് ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് പഴയൊരു തേങ്ങയുടെ തൊപ്പി കൂടെ വെക്കുക. ചെയ്തതിന് ശേഷം ഇതിന് തൊപ്പിയും കൂടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തേങ്ങ നല്ല ഭംഗി. ഇത് ഉണങ്ങിയിട്ടില്ല, ഇപ്പൊ കയ്യിലൊക്കെ ഒട്ടുന്നുണ്ട്. ഞാൻ ഇതിനെ പെട്ടെന്ന് ചെയ്തെടുത്താണ്. വളരെ ചെറിയൊരു വർക്കായിരുന്നു, വളരെ സിമ്പിളായിട്ട് ചെലവൊന്നും ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ ഇനിയിപ്പോൾ വെക്കേഷനൊക്കെ വരികയാണ്, ഇത്തരത്തിലുള്ള ചെറിയ വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക. അവർ മറ്റുള്ള കളി ആക്ടിവിറ്റി അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വർക്കുകൾ ചെയ്യുന്നത് വഴി അവരെ അനാവശ്യ പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് പിന്തിരിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള ചെറിയ വർക്കുകളുമായിട്ട്, ചെറിയ വീഡിയോസുമായിട്ട് കണ്ണാന്തളി വഴി വീണ്ടും കാണാം. വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.